കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ G2R പ്ലാറ്റ്ഫോമിലേക്ക് വിശുദ്ധന്മാരും വിശുദ്ധമതികളുമായ ദൈവദാസീദാസന്മാർക്ക് വന്ദനം. എൻ്റെ പേര് കുരുവിള വർഗീസ്. ഇത് G2R പ്ലാറ്റ്ഫോമാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ വിസ്തൃതമായി കിടക്കുന്ന ഒരു ആത്മീയ വിഷയത്തെ പ്രതിവാദം ചെയ്ത് സംസാരിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്ലാറ്റ്ഫോമിന് G2R അഥവാ ജനസിസ് ടു റെവലേഷൻ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്. ഇതിൽ ദീർഘദിവസങ്ങളായി നമ്മൾ വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാന വിഷയം വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ എഴുതിയിട്ടുള്ള 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നിന്ന് ആകുന്നു. നാമോ ആത്മീയ അന്ധകാരത്തിൽ നിന്ന് ആത്മീയ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ച ദൈവത്തിൻ്റെ ഗുണഗണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്ത ജാതിയും രാജകീയ പുരോഹിതവർഗവും സ്വന്തം വംശവും ആകുന്നു. അതിൽ പഴയ നിയമത്തിലെ ലേവ്യ പുരോഹിതന്മാർ അവരുടെ നടുവിൽ ജനങ്ങളോ പ്രഭുക്കന്മാരോ പുരോഹിതന്മാരോ ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായി നടത്തുന്ന പാപപരിഹാരയാഗത്തിൻ്റെ പൂർത്തീകരണം പാപപരിഹാരയാഗമായി തീർന്ന ക്രിസ്തുവേശുവിൽ കൂടെ നിറവേറ്റി എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് നാം വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ, ലേവ്യ പുസ്തകം 7-ാം അധ്യായത്തിൽ നാം കാണുന്ന 6 വിധ യാഗങ്ങളും യേശുക്രിസ്തുവിൽ കൂടെ നിവർത്തീകരിക്കപ്പെട്ടു. ആകയാൽ ഇനിയും ഒരു യാഗവും ആവശ്യമില്ല. വിശ്വാസത്താൽ കർത്താവ് നിർവഹിച്ച ആ യാഗത്തിൻ്റെ പരമസത്യം സ്വീകരിച്ച് ചെയ്ത പാപങ്ങൾ മുഴുവൻ ഏറ്റുപറഞ്ഞ് ദൈവത്താൽ വിശ്വാസത്താൽ ക്ഷമ പ്രാപിക്കുക എന്നുള്ള ഏകമാർഗമാണ് പാപമോചനത്തിനായി പുതിയ നിയമത്തിൽ ദൈവം നിഷ്കർഷിച്ചിരിക്കുന്ന ഏക വിധിമുറ. പാപയാഗമായി തീരുന്നതിന് മുൻപ് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു പാപരഹിതനാകയാൽ തൻ്റെ അടുക്കൽ വന്ന വ്യക്തികളിൽ എല്ലാവരുടെയും പാപം ക്ഷമിച്ചു. പാപത്താൽ അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടായ രോഗങ്ങളും കർത്താവ് സൗഖ്യമാക്കി എന്നുള്ള വിഷയത്തെ നാം വിചിന്തനം ചെയ്തു വരികയായിരുന്നു. തുടർന്നും ചില കാര്യങ്ങൾ കൂടെ ആ വിഷയത്തിൽ നാം ചിന്തിക്കാം. കർത്താവായ യേശു ക്രിസ്തു പാപം ക്ഷമിച്ചു കൊടുത്തു. അതിലവസാനമായി നാം ചിന്തിച്ചത് ന്യായപ്രമാണം വള്ളിപുള്ളി മാറ്റമില്ലാതെ അനുസരിച്ചു വരുന്ന ന്യായശാസ്ത്രിമാരിൽ ഒരുവൻ, പരീശന്മാരിൽ ഒരുവൻ കർത്താവിനെ തൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് വിളിച്ചിട്ട് ന്യായപ്രമാണ നിബന്ധനകളെ കാറ്റിൽ പറത്തി കർത്താവിനെ സ്വീകരിച്ച് ഭവനത്തിൽ അത്താഴത്തിനിരിക്കുമ്പോൾ പട്ടണത്തിലെ പാപിനിയായ സ്ത്രീ വന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽക്കൽ ഇരുന്ന് അവളുടെ പാപബോധത്താലുണ്ടായ കണ്ണുനീർ ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ പാദത്തിൽ ഒഴിച്ച് ഏത് സ്ത്രീയുടെയും ബഹുമാനഭൂഷണമായി കരുതുന്ന തലമുടിക്കട്ട് അഴിച്ചിട്ട് അത് തുടച്ച് ചുംബനം ചെയ്ത് വിഷയത്തിൽ നീരസം പൂണ്ട ന്യായശാസ്ത്രിയോ പരീശന്മാരോ അവരുടെ കർത്താവ് നിരൂപണത്തെ അറിഞ്ഞ ശേഷം അവളുടെ മുഴുവൻ പാപത്തെയും ക്ഷമിച്ചു കൊടുത്തു, സമാധാനത്തോടെ ഭവനത്തിലേക്ക് അയച്ചു എന്നുള്ള വിഷയമാണ്. മുകളിൽ കണ്ട പരീശൻ യാതൊരു മര്യാദയും കർത്താവായ ദൈവപുത്രനെ കാണിച്ചു കൊടുത്തില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാമത്തെ വാക്യം. ആ സംഭവത്തെ തുടർന്ന് പാപവും വിശ്വാസികളും എന്നുള്ള വിഷയമാണ് ഇപ്പോൾ നാം ചിന്തിക്കുന്നത്. പാപമോചനം പ്രാപിച്ച ഒരു വിശ്വാസി ചെയ്തു വന്ന പാപങ്ങൾ പാപമോചനം പ്രാപിച്ച ശേഷം ചെയ്യുവാൻ അനുവദനീയമോ? വിഷയത്തിന് ദൈവവചനത്തിൽ ഉള്ള ഉപദേശമാണ് നാം ചിന്തിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും. പാപക്ഷമ പ്രാപിച്ച വ്യക്തികളെ, പാപമോചനം പ്രാപിച്ച വ്യക്തികളെ പാപപരിഹാരകനാകുന്ന ദൈവപുത്രൻ അടർത്തിയെടുത്ത് വേറെ ഒരു സാമ്രാജ്യത്തിലോ വേറെ ഒരു ലോകത്തിലോ ആക്കി വെക്കുന്നില്ല. ഇവിടെ തന്നെയാണ് അവർ വസിക്കേണ്ടത്. ശ്രദ്ധിക്കുക, പാപികളും
പാപമില്ലാത്തവരും തമ്മിൽ ഇടകലർന്ന് ജീവിക്കുന്ന ഈ ലോകത്തിൽ പാപവും വിശ്വാസികളും തമ്മിലുള്ള ബന്ധം എന്ത്, ഉപദേശം എന്ത് എന്നുള്ളതാണ്. ഒന്നാമത് പഠിക്കേണ്ടത് ദൈവം സത്യാരാധകനായിരുന്ന ഹാബേലിനോട് പറഞ്ഞ തിരുവായ്മൊഴിയാണ്. ദൈവം പറയുകയാണ്, ഹാബേലിനോടുള്ള ബന്ധത്തിൽ കൊലപാതകനായ സ്വന്തം സഹോദരൻ കയ്യനോട്, കയ്യനെ, പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം വിശ്വാസികൾ ആകുന്ന നമ്മോടാകുന്നു, വിശ്വാസികൾ അതിനെ കീഴടക്കേണം. വാതിൽക്കൽ കിടക്കുന്നു. എന്താണ് വാതിൽ? തലയിൽ തന്നെ പല വാതിലുകളുണ്ട്. രണ്ട് വശങ്ങളിലായി രണ്ട് കാതുകൾ, രണ്ട് വാതിലുകളാണ്. കേൾക്കുന്നത് അകത്തേക്കും പ്രവേശിക്കുന്ന രണ്ട് വാതിലുകൾ. മൂക്ക് അടുത്ത ഒരു അവയവമാണ് രണ്ട് ദ്വാരങ്ങൾ. അകത്തേക്ക് ശ്വസിക്കുന്നതും പുറത്തേക്ക് നിശ്വസിക്കുന്നതും ആയ രണ്ട് ദ്വാരങ്ങൾ. അടുത്തത് വായാണ്. വായ് വഴി ആഹാരം കഴിക്കുക മാത്രമല്ല, സംസാരിക്കുകയും അരുതാത്തത് സംസാരിക്കുകയും പലപ്പോഴും വേണ്ടത് സംസാരിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞ് രണ്ട് കണ്ണുകൾ, രണ്ട് വാതിലുകളാണ്. എന്തെല്ലാമാണ് നാം കാണുന്നത്? ഈ കണ്ണിൻ്റെ മുൻപിൽ കിടക്കുന്ന പാപങ്ങൾ, കാതുകളുടെ വശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പാപങ്ങൾ, വായുടെ മുൻപിൽ നിൽക്കുന്ന പാപങ്ങൾ ഒരിക്കലും ഒരു ദൈവവൈതലിൻ്റെ ഉൾപ്രവേശം നടത്തി അവനെ തോൽപ്പിക്കരുത്, അതിനെ ജയിക്കുകയാണ് വേണ്ടത് എന്ന് ദൈവം തന്നെ കയ്യനോട് പറയുന്നു. അവനത് കേട്ടിട്ട് അവിടെ നിന്ന് ജയിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് അവിടെ താമസിക്കുകയല്ല, അവൻ അവിടെ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്തത്. ദൈവവചനം കേൾക്കുമ്പോൾ തങ്ങളെ തന്നെ താഴ്ത്തി അതിനനുസരിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് തീരുമാനമെടുത്ത് അവിടെ തന്നെ താമസിക്കുകയാണ് ദൈവമക്കളുടെ വിജയത്തിൻ്റെ രഹസ്യം. അതിൻ്റെ ആഗ്രഹം, പാപത്തിൻ്റെ ആഗ്രഹം വിശ്വാസികളിലേക്കാകുന്നു. വിശ്വാസികൾ അതിനെ ജയിക്കണം. അടുത്തത് ശമൂവേൽ പ്രവാചകൻ തൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു പദമാണ്. മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്താൽ, ഈ വിഷയം ഏലി എന്ന പിതാവ് പാപം ചെയ്തുകൊണ്ടിരുന്ന മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. അപ്പൻ ചെയ്തു വന്ന ശുശ്രൂഷ കണ്ണ് കാണായികയാൽ, ശരീരബലം ക്ഷയിച്ചു പോകയാൽ മക്കൾ ഏറ്റെടുത്ത് നടത്തി പകൽ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുകയും അതിൽ അരുതാത്തത് മുഴുവൻ വലിച്ചു വാരി കൂട്ടി ശേഖരിച്ച് രാത്രി മുഴുവൻ ദൈവത്തിനർപ്പിക്കേണ്ട യാഗവസ്തുക്കളിൽ നിന്ന് മുള്ളുകൊണ്ട് കുത്തിയെടുത്തു പോയി ആലയത്തിൽ വരുന്ന അഭിഷേകത്തിൻ്റെ തൈലത്തിൽ വറുത്ത് ഭക്ഷിക്കുക. അത് ദൈവത്തോട് ചെയ്യുന്ന പാപമാണ്. ഇത് തന്നെയല്ലേ ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ 2ഉം 3ഉം തലമുറക്കാർ, ആദ്യ തലമുറക്കാർ ചെയ്തു വന്ന നിഷ്പക്ഷമായ ദൈവ ശുശ്രൂഷയിൽ നിന്ന് ലഭിച്ച നന്മകൾ ദൈവത്തിനർപ്പിക്കാതെ, ദൈവിക ശുശ്രൂഷകൾക്കർപ്പിക്കാതെ തങ്ങളുടെ ഉപജീവനമാർഗത്തിനു വേണ്ടി മാത്രം ഉപയോഗിച്ച് തിന്നു പുളയ്ക്കുന്നത്. അവിടെ ഏലി മക്കളെക്കുറിച്ച് ദുർവർത്തമാനം കേട്ടിട്ട് പറയുകയാണ്, മക്കളെ, മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്താൽ ആ പാപത്തിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം, എന്നാൽ ദൈവത്തോട് തന്നെ പാപം ചെയ്താലോ? ഇന്നത്തെ തലമുറയ്ക്ക് ആവശ്യമായിരിക്കുന്നത് പ്രാപിച്ച ദൈവിക നന്മകൾ ദുരുപയോഗം ചെയ്യുന്ന വ്യക്തികളെ നേരിട്ട് വിളിച്ച് അവരെ തർജ്ജനം ചെയ്യുക, അവരെ ഉപദേശിക്കുക. ഇല്ല എങ്കിൽ ഏലിക്ക് വന്ന ഭവിഷ്യത്ത് ഇന്നത്തെ മുതിർന്ന തലമുറയ്ക്ക് വരും എന്നുള്ളത് റോമർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ പൗലോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്ന പദത്തെ അടിസ്ഥാനമാക്കി പറയട്ടെ, മുന്നെഴുതിയിരിക്കുന്നതൊക്കെ നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചിരിക്കുന്നു.
മൂന്നാമത്, വിശ്വാസികളും പാപവും തമ്മിലുള്ള ഉപദേശം. അത് ദാവീദ് പറയുകയാണ്. 4-ാമത്തെ സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ, നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പീൻ. പാപത്തിൻ്റെ ആഗ്രഹം നമ്മോടാകുന്നു, നമ്മൾ അതിനെ ജയിക്കണം. ദൈവത്തോട് പാപം ചെയ്യരുത്. പാപത്തിൻ്റെ ചിന്തകളും ഇച്ഛകളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഭയരഹിതരായി നിൽക്കണമെന്നല്ല, ദൈവത്തിൽ ഭയത്തോടെ നിന്ന് ദൈവകൽപ്പനകളുടെ മുൻപിൽ നടുങ്ങി പാപം ചെയ്യാതിരിക്കണം. കാരണം തിരുവചനത്തിലെ അനിഷിദ്ധമായ ഉപദേശം, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അത് രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ചെയ്ത പാപമല്ല, രക്ഷിക്കപ്പെട്ട ശേഷം ചെയ്യുന്ന പാപം വളരെ സങ്കീർണമാണ്. യെഹെസ്കേൽ പ്രവചനം 18-ാം അധ്യായം മുഴുവൻ ഒന്ന് വായിച്ചു നോക്കണം. അടുത്തത്, പാപവും വിശ്വാസികളും തമ്മിലുള്ള ഉപദേശത്തിൻ്റെ 4-ാമത്തെ വിഷയം, പാപം മറച്ചും അകൃത്യം കണക്കിടാതെയും ക്ഷമിച്ചു കിട്ടിയ ഭാഗ്യവാന്മാർ. അടുത്തത്, ആത്മാവിൽ കപടം ഇല്ലാത്തവരായി ജീവിക്കണം, കാപട്യം കാണിക്കരുത്. 32-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. കപട സ്വഭാവം, കപട ജീവിതം, കാപട്യത്തിൻ്റെ വശീകരണങ്ങളൊന്നും പാപം മറച്ചും അകൃത്യം കണക്കിടാതെയും ദൈവത്തിൽ നിന്ന് നീതീകരണം പ്രാപിച്ചവർ ചെയ്യരുത്. 5-ാമത്തെ വിഷയം, പാപവും വിശ്വാസികളും തമ്മിലുള്ള ഉപദേശത്തോടുള്ള ബന്ധത്തിൽ, നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ദുഷ്ടൻ മുൻപിൽ നിൽക്കുമ്പോൾ. ദുഷ്ടനാരാണ്? പിശാചാണ്. അവൻ എന്ത് ചെയ്യുന്നു? കളകൾ വിതയ്ക്കുകയും അനുഗ്രഹമായത് ശാപകരമാക്കി മാറ്റുകയും ചെയ്യും. അപ്പോൾ അവൻ മുൻപിൽ നിൽക്കുമ്പോൾ, നേരത്തെ നാം കണ്ടു 4:7 വാതുക്കൽ കിടക്കുന്നു, ഇപ്പോൾ അവൻ മുൻപിൽ നിൽക്കുന്നു. കാരണം മനസ്സുകൊണ്ടും വിചാരം കൊണ്ടും പാപത്തോട് നടുങ്ങി പാപത്തോട് പോരാടാതെ അതിനോട് അധിനിവേശ സ്വഭാവമുള്ളവരായി തീരുന്ന വ്യക്തികളുടെ മുൻപിലാണ് പാപം തൊട്ടു മുൻപിൽ ദൂരത്തു നിന്ന് അടുത്തു വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ മുൻപിൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പാപം ചെയ്യാതിരിപ്പാൻ യോബിനെക്കുറിച്ച് പറഞ്ഞ, അവൻ നാവുകൊണ്ട് പാപം, വാക്കുകൊണ്ട് പോലും പാപം ചെയ്തില്ല എന്നാണ്. അപ്പം പാപം കൊണ്ട്, നാവുകൊണ്ട് പാപം ചെയ്യാം. കഠാരയെടുത്ത് ഒരുവനെ കുത്തി കൊല്ലുകയോ ഒരുവനെ കുഴിയിൽ വീഴ്ത്തി കൊല്ലുകയോ മാത്രമല്ല പാപം, നാവുകൊണ്ട്. യിരെമ്യാവിൻ്റെ കാലത്ത്, വരുവീൻ നമുക്ക് സംഘടിച്ച് യിരെമ്യാവിൻ്റെ നേരെ ഇതെല്ലാം വാക്കുകൊണ്ട് അവനെ കൊന്നുകളയാം എന്ന് പറഞ്ഞ ദുഷ്ടചിന്തകളുള്ള കള്ളപ്രവാചകന്മാരും ഫോഷ്കിൽ വിശ്വസിച്ച പുരോഹിതന്മാരും ഐകകണ്ഠ്യേന എന്ന് പ്രവർത്തിച്ചിരുന്നു. അത് ചെയ്യരുത് എന്ന് 39-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. പാപവും വിശ്വാസികളും തമ്മിലുള്ള ഉപദേശത്തിൻ്റെ 6-ാമത്തെ വിഷയത്തിൽ, ദൈവത്തോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യണം? ദൈവവചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ദൈവവചനം ഹൃദയത്തിലുള്ളതിനെ സംഹരിച്ച ശേഷമാണ് പലരും പാപം ചെയ്യുന്നത്. അത് ചെയ്യരുത്. ലഭിച്ചിരിക്കുന്ന ദൈവവചനം ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കളയുകയല്ല, ദൈവവചനത്തെ ഹൃദയത്തിലാകുന്നിടത്തോളം കാലം, ആവുന്നിടത്തോളം അളവിൽ സംഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ നന്നാഗ്രഹിക്കണം. സങ്കീർത്തനം 119:11. അത് ബാലൻ എന്നുള്ള ശിശുക്കളോടുകൂടെ മാത്രമല്ല, വലിയവരോടുള്ള ബന്ധത്തിലും അങ്ങനെ തന്നെ. അടുത്തത് 7-ാമത്തെ ഉപദേശം, ദൈവത്തോട് നേർന്ന ശേഷം നേർന്ന വിഷയം ലഭിച്ചു കഴിയുമ്പോൾ നിവർത്തിക്കാതെ ഇരിക്കുന്നതും പാപമാണ്. അത് പാപം ചെയ്യരുത്. അപ്പം നേർന്നത് നിവർത്തിക്കാതെ പാപം ചെയ്യാതിരിപ്പാൻ വിശ്വാസികൾ ജാഗ്രതയുള്ളവരായിരിക്കണം. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അവിടെ തുടർന്നുള്ള വാക്യത്തിൽ നേർന്നിട്ട് നിവർത്തിക്കാതിരിക്കുന്നത് പാപമാണ് എന്നും നേരാതിരിക്കുന്നതായിരുന്നു അതിനേക്കാൾ നല്ലതെന്നും, അങ്ങനെ നേർന്നത് നിവർത്തിക്കാതിരിക്കുന്നത് നിന്റെ ദേഹത്തിന് പാപകാരണമാകും, രോഗകാരണമാകും എന്നും വളരെ വ്യക്തമായി സഭാപ്രസംഗിയുടെ പുസ്തകം 5-ാമത്തെ അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ശലോമോൻ പ്രബോധിപ്പിക്കുന്നു. 8-ാമത്തെ ഉപദേശം, ദൈവാനുഗ്രഹവും
പാപക്ഷമയും പ്രാപിച്ചവർക്ക് അധികം തിന്മ ഭവിക്കാതിരിപ്പാൻ ഈ പാപക്ഷമയും അനുഗ്രഹവും പ്രാപിച്ചവർ പിന്നീട് പാപം ചെയ്യരുത് എന്ന് ദൈവപുത്രനായ ക്രിസ്തുയേശു തന്നെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഉപദേശം 9. പാപക്ഷമ ലഭിച്ചവരെ ദൈവം പിന്നീട് ശിക്ഷ വിധിക്കുകയില്ല, പക്ഷേ പിന്നീട് പാപം ചെയ്യരുത് എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. 10-ാമത്തെ ഉപദേശം, പാപം ചെയ്യുന്നവരെല്ലാം പാപത്തിൻ്റെ ദാസന്മാരാകുന്നു എന്ന് പറഞ്ഞാൽ ദൈവമാകുന്ന പാപപരിഹാരകൻ പാപക്ഷമ കൊടുത്ത് ആ ദൈവം എന്ന യജമാനൻ്റെ ദാസന്മാരായിരുന്നവർ പിന്നെയും പാപം ചെയ്താൽ ദൈവമായ കർത്താവെന്ന യജമാനനെ ഉപേക്ഷിച്ച് പിശാചെന്ന യജമാനൻ്റെ ദാസന്മാരായിത്തീരുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 34-ാമത്തെ വാക്യം. ഇനിയും അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലേക്ക് വരാം. പാപസംബന്ധമായി മരിച്ചവർ വീണ്ടും പാപത്തിൽ ജീവിക്കരുത്. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 2-ാമത്തെ വാക്യം. അത് വളരെ വിസ്തൃതമായ ഒരു വിഷയമാണ്. 12-ാമത്തെ വിഷയം, പാപസംബന്ധമായി 12-ാമത്തെ കാര്യം, മരിച്ചവർ വീണ്ടും പാപത്തിൽ ജീവിക്കുന്നത് എങ്ങനെ? റോമർക്കെഴുതിയ ലേഖനം 6-2. 13, പാപത്തിന് വീണ്ടും അടിമപ്പെടാതെ വണ്ണം പാപമനുഷ്യനെ ക്രൂശിക്കണം. പിന്നെയും പാപം ചെയ്യുവാനുള്ള വ്യഗ്രതയും താല്പര്യവും ഇച്ഛയും ഇംഗിതവും ഒക്കെ വരുമ്പോൾ ആ പാപത്തിൻ്റെ അടിയിലേക്ക് നടത്തപ്പെടുന്ന ദുഷ്ടശക്തി എന്ന ആ മനുഷ്യനെ, ആ വ്യക്തിത്വത്തെ നമ്മൾ ക്രൂശിക്കണം. 6-ാം അധ്യായം റോമർക്കെഴുതിയ ലേഖനം 6-ാമത്തെ വാക്യം. പാപസംബന്ധമായി മരിച്ചവർ ദൈവത്തിനായി ജീവിക്കണം. 6-ാം അധ്യായം റോമർക്കെഴുതിയ ലേഖനം 10-ാമത്തെ വാക്യം. 15-ാമത്തെ കാര്യം ശ്രദ്ധിക്കുക. പാപം നമ്മുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ വാഴരുത്. നാമാണ് ആ പാപത്തെ ഭരിച്ച് വാണ് തോൽപ്പിച്ചയക്കേണ്ടത്. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം. 16-ാമത്തെ വിഷയം, പാപം വിശ്വാസികളിൽ കർത്തൃത്വം നടത്തരുത്. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 14-ാമത്തെ വാക്യം. വിശ്വാസികൾ പാപത്തിൻ്റെ ദാസന്മാർ ആകരുത്. പാപത്തിൻ്റെ യജമാനന്മാരായി പാപത്തെ തോൽപ്പിച്ച് അതിനെ അടിമയാക്കണം. റോമർക്കെഴുതിയ ലേഖനം 6-17. പാപസംബന്ധമായ വിഷയത്തെ സംബന്ധിച്ച് റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് പോലെ വേറെ ഒരിടത്തും പാപത്തെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടില്ല. അടുത്തത്, പാപത്തിൻ്റെ ശമ്പളം മരണമാകുന്നു. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 23-ാമത്തെ വാക്യം. ഒരിക്കൽ മരിച്ച് പാപത്തെ വീണ്ടും ജീവിപ്പിക്കരുത്. ഒരിക്കൽ മരിച്ചുപോയ പാപത്തെ. റോമർക്കെഴുതിയ ലേഖനം 7-9. 20-ാമത്തെ കാര്യം, പാപത്തിന് ദാസന്മാരായി വിൽക്കപ്പെടരുത്. കാരണം ഒരു നേരത്തെ ഊണിന് ഒരു വിശപ്പടക്കുവാൻ പാപം ചെയ്ത് പുത്രത്വം തന്നെ, ആദ്യജാതൻ എന്ന പുത്രത്വം തന്നെ നഷ്ടപ്പെടുത്തിയവരുടെ ചരിത്രം വേദപുസ്തകത്തിൽ ഏശാവിൻ്റെതായി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. റോമർക്കെഴുതിയ ലേഖനം 7-14. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്തു നിന്ന് പോരാടണം എന്ന് എബ്രായ വിശ്വാസികൾക്ക് മാത്രമല്ല സാർവത്രികമായുള്ള എല്ലാ വിശ്വാസികൾക്കും പൗലോസ് പ്രബോധിപ്പിക്കുന്നു. എബ്രായർ 12:4. ആർക്കും മുഖപക്ഷം കാണിച്ച് പാപം ചെയ്യരുത്. മുഖപക്ഷം കാണിക്കുന്നത് പാപമാണ്. അത് സഭാതലത്തിലാകട്ടെ അല്ലാതെയാകട്ടെ മുഖപക്ഷം കാണിച്ച് വിശ്വാസികൾ പാപം ചെയ്യരുത്. ഇവിടെ ധാരാളം സമയമായതുകൊണ്ട് ഈ ഭാഗം ഇപ്പോൾ ഇവിടെ നിർത്തുന്നു. ഇതേ വിഷയം തുടർന്നും ദൈവഹിതം പോലെ നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യമാണ് അവസാനമായി നാം ചിന്തിച്ചത്. കർത്താവെ, തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ എല്ലാവരും പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്തു നിന്ന് പാപക്ഷമ പ്രാപിച്ചോർ പാപത്തിൻ്റെ വശീകരണത്തിൽ വീണുപോകാതെ ദൈവകൃപയിൽ ജീവിപ്പാൻ ആവശ്യമാർന്ന അനുഗ്രഹങ്ങൾ എല്ലാവർക്കും തരണം. അതിനുവേണ്ടി അവരെ എല്ലാവരെയും തിരുസന്നിധിയിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ.